അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ. ഇന്ന് വെള്ളിയാഴ്ച ദിവസം. ദുആക്ക് ഉത്തരം ലഭിക്കാൻ ഏറെ സാധ്യതയുള്ള സമയമാണല്ലോ ജുമയുടെ സമയം. ഇന്ന് ജുമയ്ക്ക് മുമ്പായി ചൊല്ലേണ്ട ഒരു ഇസ്മിനെ കുറിച്ചിട്ടാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. നമ്മുടെയൊക്കെ മനസ്സിൽ പല ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ഉണ്ടാകും. അത് നിറവേറി കിട്ടാൻ വേണ്ടി ധാരാളം ദിക്റുകളും സലാത്തുകളും ദുആകളും ചെയ്യുന്നവരാണ് നാം ഓരോരുത്തരും. ഈ പറയുന്ന ഇസ്മിനെ ഇതുപോലെ നിയത്താക്കി ചൊല്ലുക. നമ്മുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും നിറവേറിക്കിട്ടും. നമ്മൾ സ്ത്രീകൾക്ക് ജുമാ ഇല്ലല്ലോ, അതുകൊണ്ട് തന്നെ ലഹ്ർ നിസ്കാര ശേഷം ചൊല്ലിയാൽ മതി. ജുമയുടെ മുമ്പായിട്ട് ചൊല്ലി തീർക്കുക. ജുമാ കഴിഞ്ഞ് പുരുഷന്മാർ വീട്ടിലെത്തുന്നതിന് മുമ്പ് ലഹ്ർ നിസ്കരിച്ച് ഒന്നും സംസാരിക്കാതെ അവിടെ തന്നെ ഇരുന്നു കൊണ്ട് ചൊല്ലുക. ജുമയ്ക്ക് മുന്നേ ചൊല്ലലാണ് ഏറ്റവും നല്ലത്. ജുമയുടെ സമയം ദുആക്ക് ഉത്തരം ലഭിക്കാൻ സാധ്യതയുള്ള സമയമാണല്ലോ, അതുകൊണ്ട് തന്നെ ജുമയ്ക്ക് മുന്നേ തന്നെ ചൊല്ലി ദുആ ചെയ്യുക. അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട യാ അല്ലാഹ് എന്ന ഇസ്മിനെ 200 തവണയാണ് ചൊല്ലേണ്ടത്. നമ്മുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും എന്താണെന്ന് മനസ്സിൽ നിയത്ത് വെച്ചുകൊണ്ട് ചൊല്ലുക. മക്കൾക്ക് നല്ല ജോലി ലഭിക്കാൻ, മക്കളില്ലാത്തവർക്ക് നല്ല മക്കളെ കിട്ടാൻ. ഇപ്പോൾ പരീക്ഷക്കാലമൊക്കെ ആണല്ലോ. പരീക്ഷയൊക്കെ കഴിഞ്ഞ് നമ്മുടെ മക്കളൊക്കെ റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുകയാണ്. നമ്മുടെ മക്കൾക്ക് അവരുടെ പരീക്ഷയിൽ നല്ല മാർക്ക് ലഭിക്കാനും നല്ല വിജയം ലഭിക്കാനും ഒക്കെ നമ്മുടെ മനസ്സിൽ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. ആ ആഗ്രഹങ്ങളൊക്കെ നടന്നു കിട്ടാൻ വേണ്ടിയിട്ട് മനസ്സിൽ നിയത്താക്കിക്കൊണ്ട് ചെയ്യുക. വീടില്ലാതെ വിഷമിക്കുന്ന എത്രയോ ആളുകളുണ്ട്. അവർക്കൊക്കെ നല്ല വീട് ലഭിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ കുടുംബജീവിതത്തിൽ പല പല പ്രശ്നങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ട്. സാമ്പത്തികപരമായിട്ട് രോഗങ്ങൾ കൊണ്ടൊക്കെ ഏറെ ഇടങ്ങേറിലായി കഴിയുന്ന എത്രയോ ആളുകളുണ്ട്. ആ ഇടങ്ങേറും ബുദ്ധിമുട്ടുകളൊക്കെ നീങ്ങിക്കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുക. നമ്മുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും നിറവേറിക്കിട്ടാൻ വേണ്ടി അള്ളാഹുവിൻ്റെ ഈ നാമത്തെ നാം മുറുകെ പിടിച്ചാൽ മാത്രം മതി. നല്ല വിശ്വാസത്തോടു കൂടി വേണം ഏത് കാര്യവും നാം ചെയ്യേണ്ടത്. അല്ലാതെ കിട്ടിയാൽ കിട്ടട്ടെ എന്ന രീതിയിലാവരുത്. നമ്മുടെ ഒരു പ്രാർത്ഥനയും അള്ളാഹു സ്വീകരിക്കാതിരിക്കില്ല. വെള്ളിയാഴ്ചയുടെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങളും ആവശ്യങ്ങളും അള്ളാഹു നടത്തി തരുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.